കാറൽ മാർക്സ് അടക്കമുള്ള എല്ലാ വിപ്ലവ ദൈവങ്ങളെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇന്നലെ ഞങ്ങൾ സതീശൻ സർക്കാരിനിട്ടങ്ങ് തുടങ്ങി വച്ചതാ. തുടരണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ രണ്ടാം ദിവസമായപ്പോഴേക്ക് പിണറായി വിജയൻ്റെ സംരക്ഷണത്തിന് പോകേണ്ടി വന്നിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിൽ, മരുമകൻ്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിൽ, അതുപോലെ തന്നെ കരിമണൽ കർത്തയുടെ ഓഫീസുകളിലെ വീടുകളിൽ, ഇവിടെയെല്ലാം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ റെയ്ഡാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീടാണ് റെയ്ഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയമകൾ വീണയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകാർ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഇരിക്കപ്പുറത്ത് കിട്ടുക? അതിൽ പ്രതിഷേധിക്കാതെ എന്താണ് ചെയ്യാൻ പറ്റുക? കണ്ണൂരിലും തിരുവനന്തപുരത്തുമൊക്കെ പാർട്ടി സഹാക്കൾക്കൊപ്പം, DYFIക്കാർക്കൊപ്പം ഞങ്ങളും SFIക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഞങ്ങളുടെ കാരണഭൂതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നലെ ആലോചിച്ച് തുടങ്ങിയതാണ് കേരളത്തിലെ സർക്കാരിനെതിരായിട്ട്, സതീശൻ സർക്കാരിനെതിരായിട്ട്. വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. പക്ഷേ അത്രയ്ക്കൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അല്പം കൂടിയൊക്കെ ഒന്ന് ക്ഷമിച്ചു നോക്ക്, ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറ്റുന്ന കേസൊന്നുമല്ല. മിനിഞ്ഞാന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSUക്കാരുമായിട്ടൊരു ശകല ഈശാഘോഷമൊക്കെ ഉണ്ടായതാണ്. ഞങ്ങൾ ജയിച്ചതാണ്. അതിനെ തുടർന്നുണ്ടായ ചില സംഘർഷങ്ങളാണ്. അത് ഞങ്ങളൊന്ന് വളർത്തി. അതാണ് ഇന്നലെ ചൊവ്വാഴ്ച ഞങ്ങളങ്ങ് മൂപ്പിച്ചത്, ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച്. നമുക്കറിയാം, ഗവൺമെൻറ് വന്നിട്ട് ഒരാഴ്ച അങ്ങോട്ട് തികയുന്നതേ ഉള്ളന്നേ. പക്ഷെ നമുക്കങ്ങോട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ ഭരണമാണ് ഇപ്പോൾ താഴെ വീണിരിക്കുന്നത്. അതും ചെറിയ തോൽവി വല്ലതും ആണോ? 102 സീറ്റിൻ്റെ ഭൂരിപക്ഷവുമായിട്ടല്ലയോ ലവന്മാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുമോ? കിട്ടിയ അവസരം, ഒന്നാന്തര അവസരം ഞങ്ങളങ്ങോട്ട് ഉപയോഗിച്ചതാണ്. ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച്. അപ്പോഴത്തേക്ക് പോലീസുകാർ ഞങ്ങളെ തടയുന്നു. അവർ തല്ലുമെന്നാണ് വിചാരിച്ചത്, തല്ലണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതായത് സതീശൻ്റെ സർക്കാർ, രമേശ് ചെന്നിത്തലയുടെ പോലീസ് അധികാരം ഏറ്റെടുത്ത് ഒരാഴ്ചയൊക്കെ ഒരു ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു ലോട്ടറി അടിക്കാനില്ല. ഞങ്ങളതൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതിൽ അവന്മാരുണ്ടല്ലോ പോലീസ്, അവർ ഭയങ്കര ആത്മസംയമനം പാലിച്ചു കളഞ്ഞു. അവർ ഞങ്ങളെ തടയുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്യുമല്ലോ. തള്ളി ഉന്തി. അപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ച് ഞങ്ങളുടെ നേരെ വെള്ളം ചാമ്പി. ഞങ്ങളത് പരസ്പരം കെട്ടിപ്പിടിച്ച് നിന്ന് അതിനെയൊക്കെ പ്രതിരോധിച്ചു. പക്ഷേ ഞങ്ങൾ വീണ്ടും ബാരിക്കേഡൊക്കെ ഒന്ന് മറികടക്കാൻ ശ്രമിച്ചു. അതിൻ്റെ മുകളിൽ കയറി കൊടി കെട്ടി. അപ്പോൾ പിന്നെ പോലീസുകാർ പിന്നെയും ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ട് പോലീസുകാർ തല്ലാൻ വന്നില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. തല്ലണമായിരുന്നു. തല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യസിദ്ധി ഉണ്ടാകുമായിരുന്നു. അതുണ്ടായില്ല. പക്ഷേ ഈ സമരത്തിനൊരു സ്കോപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ ആണല്ലോ ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ബഹുമിടുക്കനാണ് കേട്ടോ. അദ്ദേഹം ഈ പോലീസിൻ്റെ നടപടികൾക്ക് നേതൃത്വം കൊടുത്തൊരു DYSP. അദ്ദേഹം നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിൽ മീൻ വെട്ടിയ ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നുള്ളത് മനസ്സിലായി കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മീൻ്റെ ഒരു മണമുണ്ടായിരുന്നു. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അതുവരെ കണ്ടെത്തി. അപ്പം ഒരു സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ മറ്റ് ജില്ലകളിലേക്ക് ഉത്തരവയച്ചു. അതായത് അവിടെയും SP മാർച്ച് നടത്തിക്കോളാൻ, പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കോളാൻ. അത് നല്ല ഭംഗിയായിട്ട് വെടിപ്പായിട്ട് സഹാക്കൾ ചെയ്തു കേട്ടോ. അതിൽ കണ്ണൂരാണ് ഏറ്റവും മികച്ചു നിന്നത്. കണ്ണൂരിലെ ചോട്ടാ സഹാക്കൾ SP ഓഫീസിൻ്റെ മതിൽ തകർത്ത് അകത്തു കടന്ന് പോലീസ് കമ്മീഷണറുടെ ഒരു കാറിന് അത്യാവശ്യം വേണ്ട കേടുപാടുകളൊക്കെ വരുത്തി. ചെടിച്ചട്ടികളൊക്കെ വലിച്ചെറിഞ്ഞു. അതൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏർപ്പാടാണ്. പിന്നീട് പോലീസുകാരുടെ ജാക്കറ്റ് ഊരി, അവരുടെ ഷീൽഡ് പിടിച്ചു വാങ്ങിച്ചു, അവരുടെ തലയിലിരുന്ന ഹെൽമെറ്റ് പിടിച്ചു വാങ്ങിച്ച് ദൂരെ എറിഞ്ഞു. ഇതിൽ തന്നെ ഞങ്ങളുടെ ഒരു ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ഈ ഷീൽഡ് വലിച്ചെറിയുന്ന കാഴ്ച കണ്ടിട്ട്, അതിൻ്റെ ചിത്രം ഇന്നത്തെ മലയാള മനോരമയിൽ കണ്ടിട്ട് കേരളമെങ്ങുമുള്ള SFI പ്രവർത്തകരെല്ലാവരും രോമാഞ്ച കഞ്ചികതരായി എന്നാണ് റിപ്പോർട്ട്. ഈ സർക്കാർ ഇങ്ങോട്ട് വന്നതല്ല ഉള്ളൂ, ഒരല്പം കൂടെ സമയം അവർക്ക് കൊടുക്കണ്ടായോ? ഒരു സാവകാശം വേണ്ടായോ? ഒരു മധുവിധു സമയം അനുവദിച്ച് കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന മണ്ടന്മാരുണ്ടാവും. അതൊക്കെ പഴയ ഏർപ്പാടാണ്. അതായത് ഒരു പുതിയ സർക്കാർ വരുമ്പം കുറച്ച് സമയം കാത്തിരിക്കുക, എന്നിട്ട് സമരം തുടങ്ങുക. അതിനൊന്നും SFIക്ക് യാതൊരു വിശ്വാസവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സുഖമൊന്ന് അനുഭവിച്ച കൂട്ടത്തിലാണ്. ഞങ്ങൾക്ക് സമരം ചെയ്യാൻ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷം
അതായിരുന്നു ഏർപ്പാട്. അതാ ഇപ്പം കിട്ടുന്നില്ലല്ലോ. കാരണം KSUക്കാരുമായിട്ടുള്ള സംഘർഷത്തിൽ പോലീസ് ന്യായത്തിൻ്റെ ഭാഗത്താണ് നിന്നത്. പണ്ടൊക്കെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കും, ഞങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുക. ഈ കുറി അതുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് സഹിക്കുമോ? 10 കൊല്ലം ഞങ്ങൾ അനുഭവിച്ച ചില പ്രിവിലേജസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് നഷ്ടപ്പെടുമ്പോഴേ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ തന്നെ അത് സംസ്ഥാന വ്യാപക സമരമാക്കി മാറ്റാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളുടെ പിണറായി സഖാവ് ഭരിക്കുന്ന സമയത്ത് നവകേരള യാത്ര നടത്തി. അതിനെതിരെ പ്രതിഷേധമായി വന്ന KSUക്കാർ അവന്മാരെ ഞങ്ങളുടെ സഖാവിൻ്റെ ഗവൺമെൻറ്മാർ പൊതിരെ തല്ലി. ഇപ്പോൾ ഈ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അവരെയെല്ലാം പിടിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു അതിക്രമമാണെന്ന്. ഇതൊക്കെ വെച്ച് പൊറിപ്പിക്കാൻ പറ്റുമോ? ഇതും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ സഖാവിൻ്റെ വീട്ടിൽ, സഖാവിൻ്റെ മരുമകൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുമെന്ന് പറഞ്ഞാൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞങ്ങൾക്കത് ഇന്നലെ തന്നെ തോന്നിയതാ. കാരണം പുതിയ മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയപ്പോഴേ ഞങ്ങൾ വിചാരിച്ചതാണ് നമ്മുടെ സഖാവിനെതിരായിട്ട് എന്തെങ്കിലും നടപടി വരുമെന്ന്. അവിടുത്തെ ആലോചനയാണ്, അവിടുത്തെ തീരുമാനമാണെന്നേ. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായത്. അതാർക്കാ അറിയാൻ മേലാത്തത്? പക്ഷേ ഈ എക്സാലോജിക്കിൻ്റെ കേസ്, കരിമണൽ കമ്പനിയുമായിട്ടുള്ള മാസപ്പടി, അത് അന്വേഷിക്കുന്നതിന് ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. അത് ഇന്നലെ കേരള ഹൈക്കോടതി റദ്ദാക്കിയത് കൊണ്ടാണ്, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ റെയ്ഡ് നടന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ കൂറുള്ളവരാ, ഞങ്ങളുടെ സഖാവിനോട് കൂറുള്ള ആളുകളാണ് ഞങ്ങളെല്ലാവരും. പാർട്ടി പ്രവർത്തകർ, SFIക്കാർ, DYFI, CITU, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ, അതുപോലെ തന്നെ ഉണ്ടല്ലോ സസ്പെൻഷനിലായ ഗൺമാന്മാർ, അവരും കൂറുള്ളവരാ. അവരിന്ന് രാവിലെ നോക്കുമ്പോൾ എന്താ ഞങ്ങൾ കണ്ടത്? ഞങ്ങളുടെ സഖാവിൻ്റെ തിരുവനന്തപുരത്തെ വീടിൻ്റെ മുമ്പിൽ ഇന്നലെ സസ്പെൻഷനിലായ സഖാവ് കാവൽ നിൽക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് കൂറാണ് വേണ്ടത്? അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം അങ്ങ് തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അതിന് തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് സതീശൻ സർക്കാരിനെതിരായിട്ടാണെങ്കിലും മോഡിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടാണെങ്കിലും EDയുടെ നടപടിക്കെതിരായിട്ടാണെങ്കിലും ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇതുപോലെ അവസരത്തിന് വേണ്ടി. ഞങ്ങൾ ഈ SFIക്കാർക്ക് അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നൊന്ന് തെരുവിലിറങ്ങാൻ സമയം കിട്ടിയതാണ്. അത്യാവശ്യം ഞങ്ങൾ അദ്ദേഹത്തെ റോഡിലൊക്കെ ഒന്ന് തടഞ്ഞതാണ്. അതിനുള്ളത് നന്നായിട്ട് കിട്ടുകയും ചെയ്തു, അത് വേറെ കാര്യം. ഞങ്ങളുടെ DYFIക്കാരുണ്ടല്ലോ കഴിഞ്ഞ 10 വർഷമായിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും കാത്തിരിക്കുക. ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ജോലിയല്ലാതെ വേറെ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ CITU എന്ന് പറയുന്ന സംഘടന പിരിച്ചുവിട്ടോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നിർജീവമായിട്ട് അല്ലെങ്കിൽ യാതൊരു ജോലിയും ചെയ്യാതെ കാത്തിരിക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തകരും അത് തന്നെ. ഇനി ഞങ്ങളൊന്ന് ഉണരും കേട്ടോ. ഉണർന്നാലുണ്ടല്ലോ സതീശൻ സർക്കാരല്ല, മോദി ഗവൺമെൻറ് അല്ല, രണ്ടും കൂടെ വന്നാലും ഞങ്ങളെ ചെറുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ആർഷോ സഖാവ് പറഞ്ഞത്. SFIയുടെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകാരിയായ ഒരു നേതാവാണ് നമ്മുടെ ആർഷോ സഖാവ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് സതീശനൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ജലപീരങ്കിയല്ല, തീ തുപ്പുന്ന പീരങ്കി വന്നാലും ഞങ്ങൾ ഈ തെരുവിൽ തന്നെ കാണുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളിനി തെരുവിലായിരിക്കും. ഈ സർക്കാരിനെതിരെ എന്നും ഞങ്ങൾ തെരുവിലായിരിക്കും. ഞങ്ങളുടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെയും പ്രസിഡന്റുമാരുടെയൊക്കെ അഡ്രസ്സ് തന്നെ ഞങ്ങളങ്ങ് മാറ്റാൻ പോവുക. സംസ്ഥാന പ്രസിഡന്റ് തെരുവ് തിരുവനന്തപുരം, സംസ്ഥാന സെക്രട്ടറി തെരുവ് തിരുവനന്തപുരം, ജില്ലാ സെക്രട്ടറി തെരുവ് അതാത് ജില്ല. ആ രീതി ഞങ്ങൾ മേൽവിലാസം പോലും മാറ്റാൻ പോവുക. ഇനി തെരുവിൽ തന്നെ ഉണ്ടാവും. ഇത് ഞങ്ങൾക്കത്ര പുത്തരിയൊന്നുമല്ല. ഈ സമരം 1969 എന്ന വർഷം മറക്കരുത്. സതീശനും കൂട്ടരും അന്നൊക്കെ സതീശനും മറ്റും ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അന്ന് 1967 തെരഞ്ഞെടുപ്പിൽ സപ്തകക്ഷി സർക്കാർ 117 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നു. മൊത്തം 133 സീറ്റുള്ള കാലമാണ്. ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ആ സർക്കാരിനെ സൂക്ഷിക്കുമെന്ന് അന്ന് കിഴക്കേക്കോട്ട പുത്തിരിക്കണ്ടം മൈതാനത്ത് ചേർന്ന യോഗത്തിൽ EMS പ്രസംഗിച്ചതാ. പക്ഷേ കാര്യം എന്താ? 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നണി തവിട് പൊടിയായി, തമ്മിലടിച്ച് പിരിഞ്ച് അവസാനം കുറുമുന്നണി ഉണ്ടായി. CPI, RSP, മുസ്ലിം ലീഗ് മുതലായ കക്ഷികൾ ചേർന്ന് കുറുമുന്നണി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും പ്രതീക്ഷിക്കാതെ നമ്മുടെ C. അച്യുതമേനോൻ ഡൽഹിയിൽ നിന്ന് കൊച്ചി വഴി തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയായി. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. മണ്ടക്കടി കിട്ടിയതുപോലായിപ്പോയി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. അന്ന് ഞങ്ങളുടെ നേതാക്കൾ EMSഉം AK ഗോപാലനും പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോനോട് പറഞ്ഞു,
വെടിവെപ്പോ ലാത്തിച്ചാർജോ കൂടാത്ത ഒരു ദിവസം പോലും ഇനി നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടുകയില്ലെന്ന് ഞങ്ങളത് തന്നെ ചെയ്തു. അന്ന് തുടങ്ങിയ സമരമാണ്. ആ കാലഘട്ടം സതീശനും മറ്റുമൊക്കെ വല്ല പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടേ വായിക്കണം കേട്ടോ. 67 സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ ഇമ്പിച്ചി ബാബയായിരുന്നു ട്രാൻസ്പോർട്ട് മന്ത്രി. അദ്ദേഹം സിഗരറ്റ് കൂടെ ഓരോരുത്തർക്ക് നിയമന ഉത്തരവ് നൽകുമായിരുന്നു പാർട്ടിക്കാർക്ക്. അവരെ കൊണ്ട് KSRTC അങ്ങ് നിറച്ചു. പക്ഷേ പുതിയ സർക്കാർ വന്നപ്പോൾ കേരള കോൺഗ്രസിലെ KM ജോർജിനായിരുന്നു ഗതാഗത വകുപ്പ്. അദ്ദേഹം എന്ത് ചെയ്തു? പിൻവാതിലൂടെ വന്നേരെ മുഴുവൻ അങ്ങ് പിരിച്ചുവിട്ടു. പിന്നെ സമരമല്ലായിരുന്നു, എന്തോ ഒരു സമരമായിരുന്നു. ആ സമരം മൂത്ത് 1969 അവസാനം മട്ടന്നൂരിലെ ചാവശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു KSRTC ബസ് CPM പ്രവർത്തകർ രാത്രിയിൽ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ വെച്ചു. 4 പേരാണ് അന്ന് മരിച്ചത്. അത്തരത്തിലുള്ള സമരം നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള ബഹുജന പ്രസ്ഥാനമാണ് ഞങ്ങൾ. പാർട്ടി, CITU, യുവജന വിദ്യാർത്ഥി സംഘടനകളെല്ലാം ആ പാരമ്പര്യമുണ്ട്. ഇതൊന്നും സതീശൻ മറക്കരുത്. ഞങ്ങൾ തുടങ്ങാൻ പോവുക. അതിൻ്റെ തുടക്കമാണ് ഇന്നലെ കണ്ടത്. ഇന്നിപ്പോൾ ഒരു ചെറിയ അക്കിടി പറ്റി. ഈ ED റെയ്ഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇന്നലത്തെ ബാക്കി ഞങ്ങളങ്ങ് നടത്തുമായിരുന്നു. അതുകൊണ്ട് കാത്തിരിക്കുക, പാർക്കലാം.